വയനാട് പനവല്ലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗോത്രവിഭാഗം വയോധിക കൊല്ലപ്പെട്ടു. അപ്പപ്പാറ ചെറമാതർ ഉന്നതിയിലെ ചാന്ദിനിയാണ് മരിച്ചത്. അതിനിടെ വയനാട് പുൽപ്പള്ളി വണ്ടിക്കടവിൽ മാരനെ കൊലപ്പെടുത്തി ഭീതി പരത്തിയ നരഭോജി കടുവ വനംവകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങി. കടുവയെ കുപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. പനവല്ലി അപ്പപ്പാറ റോഡിനോട് ചേർന്ന വനത്തിലാണ് ചാന്ദിനിയുടെ മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ ഈ ഭാഗത്ത് റോഡിലേക്ക് കയറിയ ആനയുടെ കാൽപ്പാടുകൾ കണ്ടതിനെ തുടർന്ന് വനപാലകർ എത്തി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തുന്നത്. മാനസിക അസ്വാസ്ഥ്യമുള്ള ഇവർ രാത്രി കാട്ടിലേക്ക് ഇറങ്ങിപ്പോയതാകാമെന്നാണ് സൂചന. മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പുൽപ്പള്ളി ജനവാസ മേഖലയിൽ ഇറങ്ങിയ നരഭോജി കടുവ പുലർച്ചെ 1:30യോടെയാണ് വണ്ടിക്കടവ് വനാതിർത്തിയോട് ചേർന്ന് ഹാജിയാർ കടവിൽ സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ടത്. ദേവർഗഥ ഉന്നതിയിലെ മാരനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കടുവയാണ് ഇതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. അതിന്റെ പാറ്റേൺസും അതേപോലെ അതിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ചില മുറിവുകളൊക്കെ വെച്ചിട്ട് മുൻപ് ക്യാമറ ട്രാപ്പിൽ കിട്ടിയിട്ടുള്ള പടങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് ഇത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതും പ്രോബ്ലമാറ്റിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കടുവ തന്നെയാണ് മനസ്സിലായിട്ടുള്ളത്. നരഭോജി കടുവ കൂട്ടിലായതോടെ പുൽപ്പള്ളി വണ്ടിക്കടവ് മേഖലയിലെ ഭീതി തൽക്കാലത്തേക്കെങ്കിലും ഒഴിഞ്ഞു. വനാതിർത്തിയിൽ വലിയ ജാഗ്രത തുടരണമെന്ന് പ്രദേശവാസികൾക്ക് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മീഡിയ 1 വയനാട്.